കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷന് സമീപമാണ് തമിഴ്നാട് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ സേലം സ്വദേശി 56-കാരനായ ധനപാലനാണ് മരിച്ചത്. ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ പേർക്കും പരിക്കേറ്റു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 5 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തമിഴ്നാട് സേലം സ്വദേശികളായ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് തമിഴ്നാട്ടിൽ നിന്നും ചരക്കുമായി കേരളത്തിലേക്ക് വന്ന ലോറിയുമായി കൂട്ടിയിടിച്ച് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് പോകുകയായിരുന്ന മിനി ബസ്സിലേക്ക് അമിത വേഗതയിലെത്തിയ ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത്. நிறுத்தின உடனே பயங்கர பாஸ்ட் வந்து அடிச்சதுல வண்டி கீழே 30 அடி கீழே வந்துட்டு ஸ்ட்ரைட் நேரம் வந்து அடிச்சுட்டாடி டாரஸ் ஸ்லைடு நிறுத்தின உடனே வந்து அடிச்சா வண்டி மரண சாத்து வண்டி கீழே போயிடுச்சு. அவரு வந்து நேரா வந்தாரு, ஒரு லாரி வந்துட்டு இருந்துச்சு, சைடு போயிட்டு நேரா வந்து அடிச்சிட்டாரு. நேரா நான் வந்து லெப்ட். வண்டிக்கு இறந்த சாமி அவர் யாருன்னா தனபால். அவர் வந்து வந்து லெப்ட் சைடு வந்து உக்காந்துட்டு இருந்தாரு. ஆமா, ഫുള്ളാ വന്നിട്ട് അപ്പടി നേരെ സൈറ്റാ നേരെ സാത്തിട്ട് അപ്പടി. വയനാട് വൈത്തിരിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സാണ് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത്. അപകടത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. കർണാടകയിൽ കുശാൽ നഗറിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ് വെറ്റിനറി കോളേജിന് സമീപത്തെ പുഴയിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപത്തെ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. അതേസമയം അപകടത്തിനിടയാക്കിയത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്നാണ് പ്രാഥമിക നിഗമനം. ആലപ്പുഴ കായംകുളം KP റോഡിൽ മൂന്നാംകുറ്റി ജംഗ്ഷനിലുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥികളടക്കം 20ഓളം പേർക്ക് പരിക്കേറ്റു. KSRTC ബസിന് പിന്നിൽ സ്വകാര്യ ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.